Hi dears, welcome back to Race Again. It's me Aslam. So +2 മാത്സ് എക്സാം കഴിഞ്ഞു. എല്ലാവരും അടിപൊളി എക്സാം എഴുതുന്ന വിചാരിക്കുന്നത്. എല്ലാവരും പറഞ്ഞത് സിമ്പിൾ എക്സാം ആയിരുന്നു. നമ്മൾ എല്ലാ ലെവലിൽ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തെങ്കിലും എക്സാമിന് വന്ന ക്വസ്റ്റൻ എന്ന് പറയുന്ന ഒരു മോഡലിംഗ് ലെവൽ എല്ലാവർക്കും ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ കുറച്ച് ആൾക്കാർ പറഞ്ഞെങ്കിലും എന്നാലും കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതും. പിന്നീട് ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ +2ന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയുള്ള എല്ലാ എക്സാമും കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ടാസ്ക്കാണ് +1 മാത്സ് ഇംപ്രൂവ്മെന്റ്. ഒരുപാട് മക്കൾ എക്സാം +1 മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാം ചെയ്യുന്നുണ്ട്. സോ അതിന്റെ സ്റ്റഡി പ്ലാൻ എന്താണ്, എങ്ങനെയാണ് +1 മാത്സ് എക്സാം ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ, ഞാൻ നേരെ എന്താക്കാണ് നമ്മുടെ +1 മാത്സ് ഇംപ്രൂവ്മെന്റ് സ്റ്റഡി പ്ലാൻ കടക്കാൻ പോവാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഗന്റെ +1 ചാനലുണ്ട്. ഏഗന്റെ +1 ചാനൽ എന്താക്കുക, എല്ലാവരും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഓൾറെഡി നമ്മൾ +2ന്റെ സ്റ്റഡി പ്ലാൻ, +2 മാത്സിന്റെ സ്റ്റഡി പ്ലാൻ ഫെമിലർ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു കാര്യം അറിയാം, നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ +2 ഉണ്ട്. അതേപോലെ സെയിം സ്റ്റഡി പ്ലാൻ എന്തുണ്ട്, +1 നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ എന്താക്കുക, എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. അതിനുശേഷം പ്ലേലിസ്റ്റിൽ, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ആ വീഡിയോ ഉണ്ടാവും. പ്ലേലിസ്റ്റിൽ വരുമ്പോൾ ഇവിടെ +1 മാത്സ് പബ്ലിക് എക്സാം 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ചാപ്റ്ററും NCERT വൈസ് 9 ചാപ്റ്റേഴ്സിന് കംപ്ലീറ്റ് NCERT നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ 9 ചാപ്റ്റേഴ്സ് ലൈവ് എന്താക്കുക, നിങ്ങൾ ഈ സമയത്ത്, അതായത് 2-3 ദിവസം കൊണ്ട് എന്താക്കണം, കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അതിൽ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ അത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരു ലൈവും കൂടി, ഒരൊറ്റ ഇമ്പോർട്ടൻറ്റ് ലൈവ് കൂടി പറയാണ്. +1 മോഡൽ എക്സാം അത്യാവശ്യം ടഫായിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മൾ +2ന്റെ മാത്സിൻ്റെ മോഡൽ എക്സാം +1 മാത്സ് മോഡൽ എക്സാം നോക്കുമ്പോൾ കുറച്ചും ഡിഫിക്കൽട്ട് മോഡൽ എക്സാം ആയിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നൊരു ലൈവ് ഉണ്ട്. ആ ലൈവ് നിങ്ങൾ എന്താക്കണം, ചെക്ക് ഔട്ട് ചെയ്തേക്കണം. ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈവുകളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റാറ്റിയുടെയും പ്രോബിലിറ്റിയുടെയും ഒരു 1 ഷോട്ട് വീഡിയോയും കാണാൻ പറ്റും. പിന്നെ സ്റ്റഡി പ്ലാൻ ആ പ്ലേലിസ്റ്റിലാണ് കേട്ടോ. സ്റ്റഡി പ്ലാൻ +1 മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ കാണാൻ പറ്റും. നിങ്ങൾ +2 മാത്സ് എങ്ങനെയായിരുന്നു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതേ പാറ്റേണിൽ വരുന്ന സ്റ്റഡി പ്ലാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അതേപോലെ പഠിച്ചുണ്ടാക്കാം. +1 മാത്സ് ഇംപ്രൂവ്മെന്റ് നമുക്ക് സെറ്റാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന വരും ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ എന്താക്കുക, ഈ കാണുന്ന ലൈവുകളൊക്കെ കവർ ചെയ്ത് ഈ ചാപ്റ്റേഴ്സ് സെറ്റാക്കി വെക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്കറിയാം, PYQs ആൻഡ് ഹോട്ട്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. നമ്മളെ ലൈവിൽ എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് PYQs ആൻഡ് ഹോട്ട്സ്. അതായത് ഹയർ ലെവൽ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ്. അത് വരുന്നത് +1ന്റെ ഫിസിക്സ് എക്സാം കഴിഞ്ഞ അന്ന് രാത്രി, അതായത് 22 ഈവനിങ് 7:30 നമ്മുടെ ആ എക്സാം വരുന്നത്. 22 ഈവനിങ് ആണ് നമ്മുടെ ആ എക്സാം വരുന്നത്. സോ 22 7:30 നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് +1 ചാനൽ ആ ലൈവിൽ വരിക. PYQs ആൻഡ് ഹോട്ട്സ് എന്ന് പറയുന്ന അത്യാവശ്യം ഹയർ ലെവൽ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുന്ന ലൈവായിരിക്കും. ബാക്കിയുള്ള സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് ഇതാക്കാം, കൃത്യമായിട്ട് ആ വീഡിയോ കാണാൻ പറ്റും. സോ ഇതൊന്ന് ഓർമ്മപ്പെടുത്തലാണ്, +1 മാത്സ് ഇംപ്രൂവ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ +1 മാത്സ് എക്സാം നമുക്ക് എന്താക്കാം, അടിപൊളിയായിട്ട് നല്ല സ്കോർ വാങ്ങാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന മാർക്കിലേക്ക് തന്നെ, ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്താക്കുക, +1 മാത്സ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റഡി പ്ലാൻ ചെക്കൗട്ട് ചെയ്യുക, പ്ലേലിസ്റ്റ് വെച്ച് എന്താക്കുക, പഠിക്കുക. ബാക്കി നമുക്ക് എന്താക്കാം, അടുത്ത ലൈവിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ +1 ചാനലിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറ്റ്സ് മീ അസ്ലം സൈനിങ് ഓഫ്. ബൈ.